നമസ്കാരം. മലയാളികളെ ഒന്നടങ്കം സങ്കടത്തിലാഴ്ത്തിക്കൊണ്ട് പ്രിയതാരം കൊല്ലം സുധിയുടെ ഭാര്യയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും നടിയുമായ രേണു സുധിയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. തനിക്ക് ക്യാൻസർ ബാധിച്ച വിവരം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയാണ് താരം. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി രേണു ഗുരുതരമായ രോഗാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന തരത്തിൽ സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ നടന്നിരുന്നു. തുടക്കത്തിൽ ഈ വാർത്തകളെല്ലാം രേണു തന്നെ നിഷേധിച്ചിരുന്നെങ്കിലും സുധിയുടെ കുടുംബത്തിന് വീട് വെച്ച് നൽകാൻ മുന്നിൽ നിന്ന കേരള ഹോം ഡിസൈൻ ഗ്രൂപ്പ് സ്ഥാപകൻ ഫിറോസ് കഴിഞ്ഞ ദിവസം ഈ വിവരം സത്യമാണെന്ന് വെളിപ്പെടുത്തി രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു പ്രമുഖ യൂട്യൂബ് ചാനൽ നൽകിയ പ്രത്യേക അഭിമുഖത്തിലൂടെ തന്റെ രോഗവിവരത്തെക്കുറിച്ചുള്ള നെഞ്ചുരുകുന്ന സത്യങ്ങൾ രേണു സുധി ആദ്യമായി ലോകത്തോട് തുറന്നു പറഞ്ഞിരിക്കുന്നത്. തനിക്ക് സ്ഥാനാർബുദമാണെന്നും ഇപ്പോൾ രോഗം 3ാമത്തെ സ്റ്റേജ് കഴിയാറായി എന്നും രേണു വ്യക്തമാക്കുന്നു. രോഗം ഇതിനോടകം തന്നെ തന്റെ സ്ഥലങ്ങളിൽ നിന്നും ശ്വാസകോശത്തിലേക്കും ഹൃദയപേശികളിലേക്കും പടർന്നു കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. രോഗത്തിന്റെ ഗൗരവാവസ്ഥ കണക്കിലെടുത്ത് കോട്ടയം മെഡിക്കൽ കോളേജിൽ തുടർ ചികിത്സയ്ക്കായി പ്രവേശിക്കാനിരിക്കുകയാണ് താരം. തന്നെ സ്നേഹിക്കുന്നവരിൽ നിന്നും ഇത്രയും ദിവസം ഈ വലിയ സങ്കടം മറച്ചുവെച്ചതാണെന്നും എന്നാൽ ഇപ്പോൾ തുറന്നു പറയാൻ സമയമായി എന്ന് കരുതുന്നതായും രേണു കൂട്ടിച്ചേർത്തു. ഈ രോഗം ദുബായിൽ വെച്ചാണ് സ്ഥിരീകരിച്ചതെന്ന രീതിയിൽ പരക്കുന്ന വാർത്തകൾ തെറ്റാണെന്നും താരം അഭിമുഖത്തിൽ പറയുന്നുണ്ട്. എന്നാലും താൻ തൻ്റെ 15ാമത്തെ വയസ്സിൽ കാണിച്ചൊരു അശ്രദ്ധ അതാണ് തന്നെ ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചതെന്ന് രേണു അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. തൻ്റെ 15ാമത്തെ വയസ്സിലാണ് സ്തനത്തിൽ ആദ്യമായി ഒരു മുഴ ശ്രദ്ധയിൽപ്പെട്ടതെന്ന് രേണു ഓർത്തെടുക്കുന്നു. പ്രായത്തിൻ്റെ അപക്വത കൊണ്ട് അന്ന് അത്ര കാര്യമാക്കിയില്ലെന്നും വീട്ടുകാരോട് പറയാൻ മടിച്ചുവെന്നും രേണു പറയുന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഡിപ്ലോമയ്ക്ക് പഠിക്കുന്ന കാലത്താണ് വീട്ടുകാർ ഈ വിവരം അറിയുന്നത്. തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ കാണിച്ച് ബയോപ്സി പരിശോധന നടത്തിയപ്പോൾ ഈ മുഴ ഭാവിയിൽ ക്യാൻസറായി മാറാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ അശ്രദ്ധമായി വെച്ചേക്കരുതെന്നും ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ അക്കാലത്ത് അപ്പൻഡിസൈറ്റിസ് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടന്നിരുന്ന രേണു ആ ശസ്ത്രക്രിയയുടെ വേദനയും ഭയവും കാരണം തുടർ ചികിത്സകൾ ചെയ്യാൻ തയ്യാറാകാതെ വീട്ടുകാരിൽ നിന്നും ഈ വിവരം മറച്ചുവെക്കുകയായിരുന്നു. സുധിയുടെ വിയോഗത്തിന് ശേഷം നടത്തിയ ഒരു മെഡിക്കൽ പരിശോധനയ്ക്കിടയിലാണ് ഡോക്ടർ സംശയം തോന്നി സ്കാനിങ്ങും മാമോഗ്രാമും നിർദ്ദേശിക്കുന്നത്. തുടർന്ന് നടത്തിയ ബയോപ്സി പരിശോധനയിലാണ് ക്യാൻസർ ആണെന്ന മാരക സത്യം രേണു തിരിച്ചറിയുന്നത്. രോഗവിവരം അടങ്ങിയ മെഡിക്കൽ റിപ്പോർട്ട് വാങ്ങി 2-3 ദിവസം ആരോടും പറയാതെ രേണു വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു. രേണുവിൻ്റെ ശാരീരിക വൈകാരിക മനസ്സിലാക്കിയ മാനേജറായ കരിഷ്മ സംശയം തോന്നി ചോദിച്ചപ്പോഴാണ് ഈ വിവരം പുറത്തു പറയുന്നത്. കരിഷ്മ വഴിയാണ് രേണുവിൻ്റെ ചേച്ചിയും കുടുംബവും വിവരം അറിയുന്നത്. സ്വകാര്യ ആശുപത്രിയിലെയും കോട്ടയം മെഡിക്കൽ കോളേജിലെയും വിദഗ്ധ പരിശോധനകൾക്ക് ശേഷമാണ് രോഗം 3ാം ഘട്ടത്തിൻ്റെ അവസാനത്തിലാണെന്നും കീമോതെറാപ്പി ഉടൻ ആരംഭിക്കണമെന്നും ഡോക്ടർമാർ നിർദ്ദേശിച്ചത്. വരും ദിവസങ്ങളിൽ തന്നെ ഇതിനായുള്ള ചികിത്സകൾ ആരംഭിക്കും. ഏതൊരു പ്രതിസന്ധിയിലും മുന്നോട്ട് ജീവിക്കണമെന്ന ശക്തമായ ആഗ്രഹമാണ് തന്നെ ഇപ്പോൾ നയിക്കുന്നതെന്ന് വ്യക്തമാക്കിയ രേണു ശരീരത്തിൽ വേദനയില്ലാത്ത മുഴകൾ കണ്ടാൽ പെൺകുട്ടികൾ അതൊട്ടും അശ്രദ്ധമായി വിടരുതെന്നും കൃത്യസമയത്ത് ഡോക്ടറെ കണ്ട് പരിശോധിക്കണമെന്നും ഓർമ്മിപ്പിച്ചു. സാമൂഹിക മാധ്യമത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ് രേണു സുധി. ആളുകളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും അതേസമയം തന്നെ സാമൂഹിക മാധ്യമങ്ങളിൽ ഏറ്റവും അധികം ആക്രമിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് രേണു സുധി. അവരെ വിമർശിക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. പക്ഷെ അതൊക്കെ അതിര് വിട്ടുപോയിരുന്നു. എത്രത്തോളം വേദനയും വിഷമവും ഒളിപ്പിച്ചാണ് ആ നടി കഴിഞ്ഞു പോയിരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമായി മലയാളികൾക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും രേണു സുധി ചികിത്സയ്ക്കായി പ്രവേശിക്കുകയാണ്. കൃത്യമായ ചികിത്സ ലഭിച്ച് രേണു സുധി എത്രയും പെട്ടെന്ന് രോഗവിമുക്തി പ്രാപിക്കട്ടെ.